ഈ ഡോക്ടർ ബാലു എന്തുകൊണ്ടാ ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാതെ ഇരിക്കുന്നത്? ഓ സമയമായി, അദ്ദേഹം എന്തായാലും എത്തും. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ. എടോ സുഹൃത്തേ, ഈ ഡോക്ടർ എന്തുകൊണ്ടാണ് ഇത്ര നേരമായിട്ട് വരാത്തത്? എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ലടോ. നിൽക്ക്, ഞാൻ എന്താണെന്ന് നോക്കാം. നീയോ? നീ എങ്ങനെയാ നോക്കുക? നീ ഡോക്ടറൊന്നല്ലോ. ആ, ഇത് ശരിയാണ്. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? നീ ഡോക്ടർ ബാലുവിനെ വിളിച്ചോണ്ട് വാ, വേഗം പോ. ഓക്കേ. ഈ ഡോക്ടർ ബാലു എവിടെ പോയി കിടക്കുകയാണ്? വീട് മുഴുവൻ തൂത്തു തുടച്ചിട്ടിരിക്കുന്നു, ചെവറുകളില്ല. സ്വിമ്മിംഗ് ഡ്രസ് ഇട്ടിരിക്കുന്നു. നിങ്ങൾക്കാണെങ്കിൽ സ്വിമ്മിംഗ് പൂളേ ഇല്ല. അടികൈ ഇവിടെ വരൂ. എന്തിനു കൈ തരണം? അതെന്തിനാണെന്ന് വേഗം പറയൂ. താൻ സംസാരിക്കാൻ തുടങ്ങിയാൽ എന്റെ തലയ്ക്കകത്ത് പ്രശ്നമാവും. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സ്വിമ്മിംഗ് പൂൾ തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചു എന്തിനാണ് ഈ ഡ്രസ് ഇട്ടിരിക്കുന്നതെന്ന്. എനിക്കിന്ന് ഹോളിഡേ ആണ്. എനിക്ക് തോന്നുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യും. ഈ ജ്യൂസ് അകത്താക്കുകയും ചെയ്യും, അതുപോലെ പുറത്തെടുക്കുകയും ചെയ്യും. മനസ്സിലായോ? സാറേ, എന്നാൽ വേഗം വരൂ. ഫയൽമാൻമാർ എപ്പോഴും വയ്ക്കും ചുവട്. ഡോക്ടർ ബാലു ഇവിടുന്ന് ഓടിപ്പോയ സ്ഥലം കാട്. ചുവട് കാടെന്നൊക്കെ പറഞ്ഞ് റെയിമിംഗ് പറയാണല്ലേ? അല്ല, അല്ല, ഈ ഡോക്ടർ ബാലു എന്തിനു വേണ്ടിയാ കാട്ടിലോട്ട് പോയത്? അവധി ആഘോഷിക്കാൻ. ഓ, അപ്പൊ കാട്ടിനകത്ത് ഗുസ്തി നടക്കുമല്ലേ? എടാ, ഒരു ഗുസ്തി ഇവിടെ നടക്കുന്നില്ല. പിന്നെന്തിനാ സാറെങ്ങനെ പറഞ്ഞേ? ഫയൽവന്മാരൊക്കെ കാട്ടിലോട്ട് പോയെന്ന് എന്തിനാ പറഞ്ഞേ? വേഗം പറയേ. എടാ, മൂന്നാമത്തെ ലൈന് ശ്രദ്ധിക്ക്. ഡോക്ടർ ബാലു കാട്ടിലേക്ക് പോയി. പക്ഷെ അതെന്തിനാ കാട്ടിലേക്ക് പോയത്? നോൺ സ്റ്റോപ്പ് ആയിട്ട് ജോലി ചെയ്താലും ക്ഷീണിച്ചു പോയെന്ന് പറഞ്ഞു. കൂടാതെ നന്ദുവാണെങ്കിൽ രോഗികളൊക്കെ വീട്ടിലേക്ക് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വീട് വിട്ട് കാട്ടിലേക്ക് പോയി. ഇതെന്തായാലും ഒട്ടും ശരിയല്ല. സംശയമുണ്ടോ? എന്തുകൊണ്ട് ശരിയല്ല? പാവം, അദ്ദേഹം എപ്പോഴും ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവധി ഉണ്ടല്ലോ. ഡോക്ടർ ബാലുവിന് മാത്രം എന്താ അവധി ഇല്ലാത്തത്? പോയത് തെറ്റില്ല. മറ്റേതെങ്കിലും ഡോക്ടർ വന്നതിന് ശേഷം മാത്രം പോയാ മതിയായിരുന്നു. വിറക് കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകും കരി. ബണി, നീ ഇപ്പൊ പറഞ്ഞതാണ് ശരി. അടികൈ. എന്നാൽ വേഗം വരൂ. നമുക്ക് ഡോക്ടർ ബാലുവിനെ കണ്ട് ഈ കാര്യം പറയാം. പോകുമ്പോൾ പാതയിൽ നോക്കി പോകണം, വരുമ്പോൾ ബാലുവിനെ കൂട്ടിക്കൊണ്ടുവരണം. ഓക്കെ, ബൈ ബൈ. കൊള്ളാം. കാട്ടിൽ കാറ്റിന്റെ ഗന്ധം അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഡോക്ടർ ബാലു, ഇവിടെ വരൂ. നിങ്ങൾ കാട്ടിൽ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ സാറിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതാ. അതെന്താ? ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? ബുദ്ധിയില്ലാത്തവനാണോ? എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്? തിരിച്ചു വരണമെന്ന് തോന്നുമ്പോ ഞാൻ തന്നെ വന്നേക്കും. നിങ്ങൾ എങ്ങോട്ടേക്ക് വരരുത്, വീട്ടിലേക്ക് പോ. ക്ലിനിക്കിൽ രോഗികൾ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സംശയമുണ്ടോ? സംശയം ഉണ്ടാവേണ്ട കാര്യം എന്താണുള്ളത്? ഡോക്ടറുടെ ക്ലിനിക്കിൽ രോഗികൾ തന്നെയാവും ഉണ്ടാവുക. അല്ലാതെ റേഷൻ വാങ്ങാൻ വേണ്ടി ആരും അങ്ങോട്ടേക്ക് വരില്ല. മനസ്സിലായോ? ആ, അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണമെന്ന് പറഞ്ഞത്. ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. ഇപ്പോൾ എന്റെ വയറ് മുഴുവനും ഗ്യാസ് നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തലച്ചോറിനകത്തും കുറച്ച് ഓയിലിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അവിടെ രോഗികൾക്ക് നിങ്ങളുടെ സേവനം അത്യാവശ്യമാണ്. 2-3 ദിവസം കഴിഞ്ഞ് ഏതെങ്കിലും ഡോക്ടറെ കിട്ടിയ അപ്പം നിങ്ങൾ അവധി എടുത്തോളൂ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. സംശയമുണ്ടോ? അതെ, സംശയമുണ്ട്. ഞാൻ കുറെ കാലമായി ലീവ് എടുത്തിട്ടില്ല. എന്തിന്? ഒരു ലെറ്റർ പോലും എഴുതിയിട്ടില്ല. അതുകൊണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. അല്ല, ഡോക്ടർ ഈ കാട്ടിൽ എന്താ ചെയ്യാൻ പോകുന്നേ? വെള്ളത്തിൽ ചാടിക്കളിക്കും, തറയിലിരുന്ന് നിരങ്ങും, മരത്തിൽ പിടിച്ച് ചാടും, തേൻ കുടിക്കും. ഈ തേന് എന്ത് സ്വാദാണ്! തേനീച്ചെന്ന് രക്ഷപ്പെടണമെങ്കിൽ ഉടനെ വെള്ളം അന്വേഷിക്കണം. കൊച്ചളിയ, എന്റെ കയ്യിൽ ഇതായി കുപ്പിയില് വെള്ളമുണ്ട്. പോടാ കഴുതേ, മുങ്ങാനുള്ള അത്രയും വെള്ളം വേണം. സംശയമുണ്ടോ? നീയാണ് കഴുത. തേനീച്ചയെ പേടിച്ച് ആരെങ്കിലും വെള്ളത്തിലോട്ട് എടുത്ത് ചാടോ? ഹണി, നമ്മൾ വെള്ളത്തിൽ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ തേനീച്ചകൾക്ക് വെള്ളത്തിലേക്ക് വരാൻ കഴിയില്ല. സൂക്ഷിച്ചു വാ, മുമ്പിലൊരു കൊക്കയുണ്ട്. അയ്യോ, കടിക്കല്ലേ, കടിക്കല്ലേ, അയ്യോ.
ദേ കിടക്കുന്ന വെള്ളം ചാടിക്കോ. ചില സമയങ്ങളിൽ ചെറുതായിരിക്കുന്നത് വളരെ നല്ലതാ. സംശയമുണ്ടോ? അടിപൊളിയായിട്ടുണ്ട്. എത്ര സന്തോഷമായിരിക്കുന്നു. എന്റെ ജീവിത പൂന്തോട്ടത്തിൽ ഇപ്പോഴാണ് പൂ പൂക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അയ്യോ, അല്ല, എന്താ ഇത്? ഇല്ല, അയ്യോ, എന്താ ഇത്? ആരെങ്കിലും വാ, വേഗം എന്നെ ഒന്ന് രക്ഷിക്ക്, വേഗം എന്നെ രക്ഷിക്ക്. ഡോക്ടർ ബാലു കാരനാണ് നമ്മളിപ്പോ ഈ ഗതിയിലായത്. ദാ കണ്ടില്ലേ? എന്റെ അമ്മച്ചി, ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് രക്ഷിക്കണേ. ഇത് ഡോക്ടർ ബാലുവിന്റെ ശബ്ദമാണ് കേട്ടോ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വേഗം വരൂ, വേഗം വരൂ, ഇങ്ങോട്ട് വരൂ, വേഗം വരൂ. ഞങ്ങളെ കണ്ടിട്ട് മണ്ടനം തോന്നുന്നുണ്ടോ? അഥവാ ഞങ്ങളും കൂടി വന്നാലേ ഞങ്ങളും ആ കുഴിക്കകത്ത് പെട്ടുപോവില്ലേ? എടാ മണ്ട ശിരോമണി, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, അല്ലാതെ നിന്നോട് ഇങ്ങ് താഴോട്ട് ഇറങ്ങി വരാനല്ല പറഞ്ഞത്. നടക്കില്ല. നടക്കില്ലേ? ഞാൻ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നെ സഹായിച്ചേ മതിയാവൂ. തേനീച്ചകൾക്ക് വെള്ളത്തിലേക്ക് വരാൻ കഴിയില്ല. ഐഡിയ, ഈ സിഗരറ്റ് പിടിച്ചാ മതി. ഡോക്ടർ ബാലു, ഈ സിഗരറ്റ് പിടിച്ച് മുകളിലേക്ക് വരാൻ നോക്ക്. പോപ്പട്ടെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അഥവാ എന്റെ ചുണ്ട് വെളുത്തിരിക്കുകയായിരുന്നെങ്കിലേ ഇന്ന് വീണ്ടും ഒന്നും കൂടി ചുവന്നേനെ. ഞാൻ ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഉടുത്തു ഒരു വെള്ളമുണ്ട്. ഭണ്ഡാരിയ സ്റ്റേറ്റ് സിറ്റിയിൽ ബാങ്കിന്റെ മീറ്റിംഗ് ഉണ്ട്. അടികൈ. ഞങ്ങളെ നിങ്ങളോടൊപ്പം കൊണ്ടുവന്നതിൽ വളരെ നന്ദിയുണ്ട്. താങ്കൾ പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോളൂ. ഞങ്ങൾ അപ്പോഴേക്ക് സിറ്റിയെ കണ്ടിട്ട് വരാം. ഞങ്ങളുടെ MD-യുടെ പേരാണ് GK. എന്റെ പിള്ളേരെ, എന്നാൽ ഓക്കെ. ഒരു ഓക്കെ പറയാൻ വേണ്ടിയാണോ ഈ കവിത ചൊല്ലിയത്? അപ്പൊ പിന്നെ ഈ സിറ്റിയെ കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ പറഞ്ഞാണ് എന്റെ പിള്ളേരെ. അയ്യോ, അടുത്ത കവിത നിൽക്കവിടെ, നിൽക്കാനാണ് പറഞ്ഞത്. ആ കള്ളം കടന്നു കളഞ്ഞു. അതെ രാജ, എന്റെ പേര് റിയ എന്നാണ്. മാത്രമല്ല ഞാൻ ആ കള്ളന്റെ മുഖം കണ്ടായിരുന്നു.
ഇത് 4 പേരുണ്ടല്ലോ, ബാങ്കിലാകെ ഒരാൾ മാത്രമേ വന്നുള്ളൂ. എന്റെ രാജ, ചിലപ്പോ ഇവർ ആ സംഘത്തിലുള്ളതായിരിക്കും. പോകുന്നു കള്ളന്മാർ, പിടിക്കവന്മാരെ. ഹണി, നീ ഇതിനു മുമ്പ് ഈ സിറ്റിയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഈ പോലീസുകാരെന്തിനാ ചീറിപ്പാഞ്ഞ് നമ്മുടെ നേരെ വരുന്നേ? നിങ്ങൾ കൊള്ളയടിച്ച പണം എവിടെ? ഓവർ ആൻഡ് ഔട്ട്. ഓവർ ആൻഡ് ഔട്ട് അല്ല, ഹണിയും പണിയുമാണ്. ഈ നിൽക്കുന്ന മങ്കടി നിങ്ങൾ 4 പേരും ബാങ്ക് കൊള്ളയടിച്ച് കടന്നു കളയുന്നതായി അവർ കണ്ടതായി മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ സ്കെച്ചും വരച്ചിട്ടുണ്ട്. യു ആർ അണ്ടർ അറസ്റ്റ്. ഓവർ ആൻഡ് ഔട്ട്. നമുക്ക് കൂട്ടം തിരിഞ്ഞ് ഓടാം. എല്ലാവരും ദാ ഇവിടെ വിളിക്ക്. കൂട്ടുകാരെ, നമ്മുടെ രൂപത്തിലുള്ള സ്കെച്ച് എന്തോ പന്തികേട് പോലെ. അതെ, സ്കെച്ചിൽ എന്റെ മൂക്കിന് വല്ലാണ്ട് നീളം കൂടി പോയി. എടാ കഴുതേ, ആ മങ്കി നമ്മുടെ സ്കെച്ച് ഉണ്ടാക്കില്ലേ, അതിനെ കുറിച്ചാ ഞാൻ നിന്നോട് പറഞ്ഞേ. നിങ്ങൾക്ക് എന്താ കണ്ണു കണ്ടൂടെ? ഞങ്ങളോട് ഒളിച്ചിരിക്കുന്ന കാര്യം അറിയില്ലേ? ഞാൻ സാറിനോട് ആവശ്യമില്ല ചൂടായത്. സോറി. വേഗം ബസ്സിലോട്ട് കേറിക്കോ. എന്തു പറ്റി? എന്തിനെങ്ങനെ ചിരിക്കുന്നേ? എടോ, ഞാൻ ചിരിക്കുകയല്ല, കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആരോ ഒരാൾ എന്റെ സ്കെച്ച് വരച്ചുണ്ടാക്കിയിട്ട് എന്റെ മേലെ ഐസ്ക്രീം മോഷ്ടിച്ചു എന്നൊരു കുറ്റവും ആരോപിച്ചു വിട്ടു. മാത്രമല്ല ഐസ്ക്രീംകാരൻ എന്നെ കുറെ തല്ലി. ആർട്ട് വർക്ക് ബൈ റിയ, ആർട്ട് വർക്ക് ബൈ റിയ. കണ്ടില്ലേ, ആ കള്ളി മങ്കടി തെറ്റായ സ്കെച്ച് ഉണ്ടാക്കി മോഷണക്കുറ്റം മറ്റുള്ളവരുടെ തലയിൽ വെക്കുക. അയ്യോ, നിങ്ങൾക്ക് തെറ്റി. എന്റെ പേര് റിയ എന്നാണ്. പ്രിയേ, ഞങ്ങളുടെ കടയിൽ മോഷണം നടന്നിരിക്കുകയാണ്. നീ മോഷ്ടിച്ചാളുടെ സ്കെച്ച് ഉണ്ടാക്കാൻ മിടിക്കുകയാണെന്ന് ഞങ്ങൾ കേട്ടറിഞ്ഞതാണ്. അതേ രാജ, ഇനി നമ്മളിന്ന് മോഷ്ടിക്കാൻ കയറിയ ജ്വല്ലറി ഷോപ്പിന്റെ ഉടമസ്ഥരൊന്നും അല്ലല്ലോ ഇത്. എന്തായാലും നമുക്ക് ആ 4 മണ്ടന്മാരുടെ സ്കെച്ച് ഉണ്ടാക്കി കൊടുക്കാം. അതെന്തായാലും നന്നായിരിക്കും മോളെ, നല്ല പ്ലാനാണ്. ഇതാ കള്ളന്മാര്. നിന്നെക്കാളും വലിയൊരു വിധിയെ കണ്ടിട്ടേ ഇല്ല. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? സത്യത്തിൽ ഞങ്ങൾക്ക് ഒരു കട പോലും ഇല്ല. അപ്പ പിന്നെ സ്കെച്ച് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഇതാണ് നീ പറഞ്ഞ കള്ളന്മാരല്ലേ? ഇത് ഞങ്ങൾ തന്നെയാണ്. അയ്യോ രാജ, എന്റെ പേര് പോപ്പെട്ടതാണ്. സോറി. അത് കുഴപ്പമില്ല. താങ്ക് യു രാജ. അയ്യോ രാജ. Huh?